ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ 2 പേർ കൂടി വനം വകുപ്പിന്റെ പിടിയിലായി. അകമ്പാടം മാങ്ങാട്ടേരി നന്ദൻ എന്ന സുനിൽകുമാർ, എടവണ്ണ പന്നിപ്പാറ VK-പടി സ്വദേശി അക്രമാൻ ഹംസ എന്നിവരെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ KG അൻവറും സംഘവും പിടികൂടിയത്. ഇതോടെ കാട്ടുപോത്ത് കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 11ആയി. കാട്ടുപോത്തിനെ വെടിവെക്കുകയും ഇറച്ചിയാക്കുകയും ചെയ്ത 2 പേരാണ് ഇപ്പോൾ പിടിയിലായതെന്ന് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ KG അൻവർ പറഞ്ഞു. കാട്ടുപോത്ത് കേസിൽ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞ അന്വേഷണ സംഘത്തെ ഗുഡ് സർവീസ് നൽകുന്നതിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട മേലധികാരികൾക്ക് അപേക്ഷ നൽകുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏപ്രിൽ 26 വരെ റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K ഗിരീശൻ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ CM സുരേഷ്, P മാനുക്കുട്ടൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ AK രമേശൻ, K സതീഷ് കുമാർ, KN ഹരീഷ്, ആന്റണി തോമസ്, MV പ്രജീഷ്, ഈശ്വർ പ്രതാപ്, സനോജ് കുമാർ, KP ലോലിത, A അഭിഷേക് എന്നിവർ പങ്കെടുത്തു. കാട്ടാന നമ്പൂരിപ്പുട്ടയിൽ ചരിഞ്ഞ സംഭവത്തിലും പ്രതികളെ പിടികൂടിയത് ഇതേ അന്വേഷണ സംഘം തന്നെയാണ്. ജനുവരി 8-നാണ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇരുൾക്കുന്ന് വനമേഖലയിൽ വെച്ചാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയത്. കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച നാടൻ തോക്കിന്റെ ഉടമ കൂടിയായ പ്രതിയെയാണ് ഇനി പിടികൂടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.